നമസ്കാരം. ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞത്. ന്യൂ ഇയർ 2025 എന്ത് ചെയ്യാം, ഫിനാൻഷ്യലി നമുക്ക് എന്തൊക്കെ റെസൊല്യൂഷൻസ് എടുക്കാം. ന്യൂ ഇയർ റെസൊല്യൂഷൻ പലതും എടുക്കുന്നത് ജിമ്മിൽ പോകുക, അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കുറയ്ക്കുക, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഇതൊക്കെ പലരും എടുക്കാറുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് പല ആൾക്കാരും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരാഴ്ച വരെ ആ മോട്ടിവേഷൻ ചിലപ്പോൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പലർക്കും പോവും. പക്ഷേ അതിൽ ചിലപ്പോൾ ഒരു 1000-1,00,000 പേർക്ക് അങ്ങനത്തെ റെസൊല്യൂഷൻ എടുത്താൽ 1-2 പേര് നന്നാവും. അവരുടെ ബോഡിയും അടുത്ത വർഷം നന്നാവും. അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ. അപ്പോൾ അത്തരം റെസൊല്യൂഷൻ എടുക്കണമെങ്കിൽ ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. അത് ഫുൾഫിൽ ആവണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ഒന്ന് പറയും, കേൾക്കാനൊരു നല്ല രസമായിരിക്കും. ഇന്ന് പറയാൻ പോണത് സാമ്പത്തികമായിട്ട് നമുക്ക് 5 റെസൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഏത് എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്ന എന്താണ് എടുക്കാവുന്ന കാര്യം. ഒന്ന്, ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മതിയാവാത്ത കാര്യമാണ്. 2 കാര്യം ബഡ്ജറ്റിങ്ങിൽ. ഇൻകം എത്രയുണ്ടെന്നുള്ള മനസ്സിലാക്കുക. ഇൻകം എത്ര സോഴ്സ് ഉണ്ട്, അതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ പറ്റുമെങ്കിൽ ഒരു ഇൻകം സോഴ്സും കൂടി കൂട്ടാൻ പറ്റണമെങ്കിൽ വെരി ഗുഡ്, ഡു ഇറ്റ്. ഇത് സാലറി ആയിരിക്കും ചിലവർ ഇൻകം, അതേപോലെ തന്നെ ചിലപ്പോൾ റെൻ്റൽ ഇൻകം ഉണ്ടാവും, അതേ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, അതിൽ കൂടെ ഏതെങ്കിലും ഒരു ഇൻകം സോഴ്സ് നമുക്ക് കൂട്ടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കൂട്ടാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയ ഹോബിനെ കൺവേർട്ട് ചെയ്തിട്ട് ആ ബിസിനസ്സിലേക്ക് മാറ്റാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ ഒരു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി കേക്ക് മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് എന്ന് വെച്ചാൽ ബ്രൗണീസ് മാത്രം. എന്നിട്ട് അതിൽ നിന്ന് പുള്ളി നല്ല കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ ആ കുട്ടി ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പുള്ളി ക്ലാസ് എടുത്ത് ആ പൈസ വെച്ചിട്ട് ആളെങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെ സേവ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. ആൻഡ് ഇപ്പോൾ കുട്ടികളൊക്കെ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമുക്കും ഇങ്ങനത്തെ ഏതെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കിക്കൂടാ? ഇനി എക്സ്പെൻസ് എങ്ങനെ ചുരുക്കാൻ പറ്റും? എല്ലാ ദിവസവും എക്സ്പെൻസ് എഴുതി വയ്ക്കാമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് അതിൽ നീഡ് ഏതാണ് വാണ്ട ഏതാണ് തരംതിരിക്കുക. നീഡുള്ളത് എന്ത് ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യണം. വാണ്ടിലുള്ളത് ഏതെങ്കിലും 1-2 ഐറ്റംസ് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും നമ്മുടെ ഒരു സേവിങ്സ് എമൗണ്ട് കൂട്ടാൻ പറ്റും. ബഡ്ജറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മളെല്ലാവരും സാലറി ഹൈക്ക് കിട്ടാൻ വേണ്ടി കരയും. പക്ഷേ ഈ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സേവിങ്സിലൊരു ഹൈക്ക് കിട്ടും. ഇത് മാത്രം മതി നമ്മുടെ ന്യൂ ഇയർ 2025 ഒന്ന് നന്നാക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഇപ്പോൾ പറഞ്ഞ കണക്കാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് എത്രയെന്ന് മനസ്സിലായിട്ടുണ്ടാവും മാസത്തിൽ. അപ്പോൾ ഒരു മാസത്തിലുള്ള എക്സ്പെൻസ് എത്രയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എത്രയാണോ നിങ്ങളുടെ എക്സ്പെൻസ് അതേ ഇൻറ്റു 6. ഇപ്പോൾ 50,000 രൂപയാണ് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ അത് ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക. 3 ലക്ഷം രൂപ എമർജൻസി ഫണ്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ആ പൈസ ഇപ്പോൾ ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ മാസം ഈ പറഞ്ഞ 3 ലക്ഷം എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ 6 ഇൻറ്റു മന്ത്ലി എക്സ്പെൻസ് എത്തിക്കാനായിട്ട് എത്ര രൂപയാണെന്ന് മനസ്സിലാക്കുക. അതിനെ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ട് മാസം ഒരു SIP ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. മാസം ഇപ്പോൾ ഒരു 25,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാസം ഒരു 10,000 രൂപയാണ് മാറ്റി വയ്ക്കാൻ പറ്റുന്നത്. 10,000 മന്ത്ലി ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ SIP ആയിട്ട് ഒരു ഡെറ്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എന്ന് 3 ലക്ഷം എത്തുന്നു അന്ന് അത് നിർത്തുക. അങ്ങനെ ആ ഒരു എമർജൻസി ഫണ്ട് എത്തിക്കാനായിട്ട് പറ്റും. 3 ലക്ഷം എത്തിക്കണമെന്നുണ്ടെങ്കിൽ 12 മാസം നിങ്ങളുടെ അടുത്തുണ്ട് ഈ പറഞ്ഞ 2025. അത് എത്രയാണെന്ന് നിങ്ങൾ കണക്കാക്കിയിട്ട് ഇപ്പോൾ മാസം ഒരു 30,000 രൂപ അല്ലെങ്കിൽ മാസം ഒരു 20,000 രൂപ 10,000 രൂപ വെച്ചിട്ട് ഈ പറഞ്ഞ പൈസയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മിക്ക ആൾക്കാർക്കും കടക്കണിയിൽ പെട്ടുപോകേണ്ട ഒരൊറ്റ കാര്യം വെച്ചാൽ, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഒരു എമർജൻസി ഫണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ലോൺ എടുക്കാൻ പോകും. അത് ചിലപ്പോൾ ഗോൾഡ് ലോൺ എടുക്കാനായിരിക്കും, കുറി വിളിക്കുന്നതായിരിക്കും, പേഴ്സണൽ ലോൺ എടുക്കാനായിരിക്കും. ഇങ്ങനെയാണ് പലരും കടക്കണിലേക്ക് പോണത്. ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ. പ്ലീസ് ഡു ദാറ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ, നമുക്ക് EMIs ഉണ്ടാവാൻ ചാൻസുണ്ട്. 1-2 EMIs ഒക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാവാൻ ചാൻസുണ്ട്. ആ EMIs എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാം. അതേപോലെ തന്നെ ഇൻകം എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ഇൻകത്തിൽ എത്ര പെർസെൻറ്റേജ് EMIയിലേക്ക് പോകുന്നുണ്ട്. 25% കൂടുതലുണ്ടെങ്കിൽ അത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമില്ല. നമ്മുടെ EMI പെർസെൻറ്റേജ് ഇൻകത്തിൻ്റെ 25% നിർത്തണം. അതിന് 2 വഴിയാണുള്ളത്. ഒന്നില്ലെന്നെങ്കിൽ ഇൻകം കൂട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ EMI കുറയ്ക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, EMI എത്രയാണോ പോകുന്നത് അതിൽ ബാങ്കിനോട് പറഞ്ഞിട്ട് EMI കുറച്ച് കൂട്ടി അടയ്ക്കാം. ഇപ്പോൾ എത്രയാണോ ലോണുള്ളത് അതിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് കുറവുള്ള ലോൺ എടുത്ത് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് 10 ലക്ഷത്തിൻ്റെ ലോൺ ഉണ്ടാവും, 2 ലക്ഷത്തിൻ്റെ ലോൺ ഉണ്ടാവും. അതിൽ അപ്പോൾ 2 ലക്ഷത്തിൻ്റെ ഏറ്റവും ചെറിയ ലോൺ. ഇനി ആ 2 ലക്ഷം കൂടി അടച്ചു തീർത്താൽ ആ ലോണെ തീരും.
അപ്പോൾ ആ 2 ലക്ഷത്തിന് ലോണിന് എത്രയാണോ EMI പോകുന്നത് അതിൽ പറ്റുമെങ്കിൽ എത്രയാണോ കൂട്ടിയടയ്ക്കാൻ പറ്റുന്നത്, ഒരു 10% അല്ലെങ്കിൽ ഒരു 20% കൂട്ടിയടയ്ക്കാൻ പറ്റുന്നത്. ഒരു 10,000 രൂപ അടയ്ക്കുന്നുണ്ടെങ്കിൽ 1,000 രൂപ കൂട്ടിയടയ്ക്കാൻ പറ്റും, 11,000 EMI ആക്കാം. എന്നിട്ട് ആ പൈസ എത്രയും പെട്ടെന്ന് തീർക്കുക. ഇതിനിടയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അയ്യോ EMI കൂട്ടാൻ പറ്റുമോ, പെനാൽറ്റി ഉണ്ടാവില്ലേ, അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി അതെല്ലാം ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു SIP തുടങ്ങുക. എന്നിട്ട് എന്നാണോ നല്ലൊരു പൈസ ആണത് ആ പൈസ കൂട്ടിയിട്ട് ഒരുമിച്ച് ബാങ്കിലേക്ക് അടയ്ക്കുക. വളരെ സിമ്പിൾ, എത്രയും പെട്ടെന്ന് EMI ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി 4ാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ സേവിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, SIP ഒക്കെ ചെയ്യുന്നുണ്ടാവും. SIP ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ള SIP ഇത്തിരി കൂട്ടാൻ നോക്കാം. നമ്മൾ നേരത്തെ സേവിങ്സ് ഒക്കെ പറഞ്ഞല്ലോ, അതിനനുസരിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു 10% കൂടി SIP കൂട്ടാം. ഇപ്പോൾ 10,000 രൂപ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു 1,000 ആക്കിയിട്ട് SIP ചെയ്യാൻ നോക്കുക. ഇനി SIP ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ SIP ആദ്യം തന്നെ നിങ്ങൾ തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല നിങ്ങളുടെ പേരിൽ മാത്രമാണ് SIP, നിങ്ങളുടെ സ്പൗസിൻ്റെ പേരിലോ കുട്ടികളുടെ പേരിലോ SIP ഇല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു ഗിഫ്റ്റായിട്ട് ഒരു 500 രൂപയുടെ 1000 രൂപയുടെ SIP അവരുടെ പേരിൽ തുടങ്ങാം. അപ്പോൾ അവരും ഈ SIP എന്താണെന്നും ഡെയിലി SIPയിലത്തെ ഒരു പ്രൈസ് അപ്രീസിയേഷനും അതേമാതിരി എല്ലാ മാസവും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കും സാമ്പത്തികമായിട്ട് ഒരു ഉന്മേഷമൊക്കെ വരും. അപ്പോൾ അവർ നിങ്ങളുടെ പൈസ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി 5ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ പല രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ എവിടെയാണ് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള യാതൊരു കാര്യമില്ല. അപ്പോൾ ഒന്ന് ചെയ്യാവുന്ന കാര്യം നിങ്ങൾക്കൊരു പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനോ ക്രിയേറ്റ് ചെയ്യുക. നമുക്കുള്ള കൃത്യമായിട്ടുള്ള എന്തൊക്കെയാണ് ഇൻകവും ചിലവും ഫിനാൻഷ്യൽ ഗോൾസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് എത്ര രൂപ വേണമെന്നും അതിന് മന്ത്ലി എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻഷുറൻസുകൾ ഫിക്സ് ചെയ്യുക, അതേമാതിരി ബില്ലൊക്കെ എഴുതണമെങ്കിൽ അത് എഴുതി വയ്ക്കുക. അപ്പോൾ പല ഗോൾസുകളും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. അത് ചിലപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവാം, കുട്ടികളുടെ മാരേജ് ആവാം, കാർ വാങ്ങണതാവാം, വേൾഡ് ടൂർ പോകണതാവാം, റിട്ടയർമെൻറ്റ് പ്ലാൻ ആവാം. ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഗോളിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് തയ്യാറാവാം. ഒരു പുതിയ ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ പുതിയ ഗോൾ ചിലപ്പോൾ മിക്ക ആൾക്കാരും റിട്ടയർമെൻറ്റിനുള്ള പ്ലാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് കണക്കാക്കിയിട്ട് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇനി അതല്ല, വേൾഡ് ടൂർ പോകാനായിട്ട് ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടാവും. പക്ഷേ ചില ആൾക്കാർക്ക് പാസ്പോർട്ടുകളുണ്ടാവില്ല. ഇനി പാസ്പോർട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ആ വേൾഡ് ടൂറിന് പോകണമെന്ന് പോലും കണക്കാക്കിയിട്ടുണ്ടാവില്ല. അതൊന്നും കണക്കാക്കിയിട്ട് ആ ഒരു ആഗ്രഹത്തിന് ഒരു ഗോൾ ഉണ്ടാക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ഇതിൽ ഏതാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് ചെയ്യാൻ പോണേന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇനി അതല്ല ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയുക. അതിന് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബഡ്ജറ്റ് ചെയ്യാനും പുതിയ SIPകൾ തുടങ്ങാനും EMI കുറച്ച് ഡെറ്റ് ഫ്രീ ആവാനും അതേപോലെ തന്നെ പുതിയ ഇൻകം സോഴ്സുകൾ കണ്ടെത്താനും ഏതാണോ പുതിയ ഗോൾ അതിന് വെച്ചിട്ട് ഗോൾ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. ഹാപ്പി ന്യൂ ഇയർ.